ഇന്നത്തെ നമ്മുടെ അതിഥി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും മുതിർന്ന അഭിഭാഷകനും ഭരണഘടനാ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടറും മനുഷ്യാവകാശ ഭരണഘടന പരിസ്ഥിതി വിഷയരംഗത്തെ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിക്കുന്ന അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലാണ്. നമസ്കാരം സാർ. കേരളത്തിലൊരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ആ പുതിയ സർക്കാരിൻ്റെ പ്രഖ്യാപനം ഒരു പുതിയ കേരളം സൃഷ്ടിക്കുമെന്നാണ്. ഇത് സംബന്ധിച്ച് അങ്ങേക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അങ്ങയുടെ ചോദ്യം ഒരുപക്ഷെ കേരളത്തിലെ ഇന്ന് പുതിയ സർക്കാർ UDF ഗവൺമെൻറ് ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റ ആ UDF കോalition കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു കാര്യമാണ്, ഒരു ആശയമാണ് നവകേരള സൃഷ്ടി എന്ന്. അങ്ങ് മറ്റൊരു രീതിയിൽ അതിനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നവകേരള സൃഷ്ടി, ഞങ്ങളൊരു പുതിയ കേരളം സൃഷ്ടിക്കും, നവകേരളം സൃഷ്ടിക്കുമെന്നാണ്. എന്ന് പറയുമ്പോൾ ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കടന്നുപോയതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ കാഴ്ചപ്പാട്, പുതിയ വിഷൻ, പുതിയ ദിശ, അല്ലെങ്കിൽ പുതിയ ഒരു മാർഗരേഖ, എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെ രീതിയിലാണ് സമീപനങ്ങൾ എടുക്കേണ്ടതെന്നൊക്കെ സംബന്ധിച്ചുള്ള അതാണ് പൊതുവിൽ നമ്മൾ ഒരു നവകേരളം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഈ ആശയം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു. കാരണം LDF ഗവൺമെൻറ് ആദ്യ അധികാരത്തിൽ വന്നതിന് വളരെ വ്യത്യസ്തമായി രണ്ടാം LDF ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പലതും ജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജനാധിപത്യ പ്രക്രിയയിൽ അവരെ അധികാരത്തിൽ നിന്ന് അധികാര പ്രഷറാക്കി. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ എല്ലാ മന്ത്രിമാരും തോൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് കേരള ചരിത്രത്തിൽ ആദ്യമാണ്. അത് കാണിക്കുന്നത് ജനങ്ങൾക്ക് ആ ഭരണത്തോട്, ജനങ്ങളോട് നീതി പുലർത്താനോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ പറ്റാത്ത ഒരു ഗവൺമെൻറ്റാണ് എന്ന് ഒരു വിലയിരുത്തലാണ്. ഞാനതിൻ്റെ രാഷ്ട്രീയ മേഖലയിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ജനത്തിനെ സംബന്ധിച്ചുള്ളത് ജനഹിതം എന്ന് പറയുന്നത് എന്തിനേയും വിലയിരുത്താനുള്ള ബോധമുള്ള ഒരു ജനതയാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത്. രാവിലെ പാടത്ത് പണിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് പത്രം നോക്കിയിട്ട് പോകുന്ന ഒരു സംസ്കൃതി നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ കേരളമാണ്. അപ്പോൾ ജനങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ആണ് UDF ഗവൺമെൻറ്റിന് അനുകൂലമായി അവർക്ക് ഇത്തരത്തിൽ ഭൂരിപക്ഷം 102 പേര് MLA-മാരുള്ള വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ കണ്ടു ഒരു പുതിയ കേരളം വേണം, പുതിയ ഒരു മാർഗം വേണം, അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്ന ഒരു ഗവൺമെൻറ് വേണം. ഇതൊക്കെ ആയിരുന്നു നേരത്തെ LDF ഗവൺമെൻറ്റിന് പറ്റിയിട്ടുള്ള ചില പരാജയങ്ങൾ. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വിലയിരുത്തേണ്ട സമയമായിട്ടില്ല. കാരണം വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അധികാരത്തിൽ വന്നിട്ട്. പക്ഷേ ആ ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കണം, എന്തു ചെയ്യണമെന്ന് സാധാരണ പ്രശ്നങ്ങളിൽ ഇടപെടുകയും നിയമപരമായിട്ടും സാമൂഹിക തലത്തിലും അല്ലാതെയും ഒക്കെ ഒരു അധ്യാപകനായിട്ട് പല സ്ഥലത്തും പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം കൂടെയാണ്. നമ്മൾ വിലയിരുത്തുമ്പോൾ എന്താണ് കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും കൃത്യമായ ഒരു പ്ലാനിങ് നമുക്ക് വേണം. ഒരു സ്റ്റേറ്റിനൊരു ഒരു നയരൂപീകരണം വേണം. ആ പ്ലാനിങ്ങിൽ ഏറ്റവും പ്രധാനം ഹ്രസ്വകാല പ്ലാനിങ്ങും ദീർഘകാല പ്ലാനിങ്ങും, അത് ഷോർട്ട് ടേം പ്ലാനിങ് ആൻഡ് ലോങ് ടേം പ്ലാനിങ്. ഹ്രസ്വകാല പ്ലാനിങ് എന്ന് പറയുമ്പം അടിയന്തരമായി ആ ഗവൺമെൻറ് ചെയ്യേണ്ട ഉത്തരവാദപ്പെട്ട വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ ഇന്ന് നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനമായ പ്രശ്നം ഇന്നലെയും ഇന്നും ഒക്കെ തന്നെ ഈ മഴയിൽ ഈ എത്രയോ കുട്ടികൾ, ഇന്നസെൻ്റായ കുട്ടികൾ വയറിളക്കവും ഛർദിയും പനിയും ജലദോഷവും ഒക്കെയായി ആശുപത്രികളിലായി വളരെ ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കേരളം കടന്നു പോകുന്നത്. ഇത് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നിരപരാധികളായ കുട്ടികൾ, ഞാൻ നിരപരാധിയായ കുട്ടികൾ എടുത്തു പറഞ്ഞത് അവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം വയനാട്ടിലെ ഒരു സ്കൂളിൽ 89 കുട്ടികൾക്ക് തന്നെ വയറിളക്കം ഉണ്ടായി, കിണറിലെ വെള്ളം കുടിച്ചതാണ്. അപ്പോൾ കിണറിലെ വെള്ളവും ജലസ്രോതസ്സിലെയും ജലാശയത്തിലെയും അതുപോലെ പുഴയിലെയും വെള്ളം കംപ്ലീറ്റ് മലിനപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. എന്തുകൊണ്ട് മലിനപ്പെട്ടിരിക്കുന്നു? ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ മാലിന്യങ്ങളെ സംസ്കരിക്കാൻ പറ്റാതെ റോഡിൻ്റെ പക്കത്തും അവിടെയും ഇവിടെയും വലിച്ചെറിഞ്ഞ് അത് അഴുകി അതിൻ്റെ ലീച്ച് മണ്ണിലേക്ക് ഇറങ്ങി താഴെ ഇറങ്ങി പെർക്കുലേഷനിൽ കുടിവെള്ള സ്രോതസ്സുകളിലെല്ലാം കാരണം കിണറിലേക്ക് പോകുന്ന ജലാശയത്തിലേക്ക് പോകുന്ന ഈ നീരൊഴുക്കെന്ന് പറയുന്നത് ഹൈ കറണ്ടാണ് ഭൂമിയുടെ അടിയിൽ കൂടെ. അതൊക്കെ മലിനപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയും എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഈ മലിനപ്പെടുകയും ഇത്തരം അസുഖങ്ങൾ വരാം. ഇപ്പോൾ ഷെഗല്ല എന്ന് പറഞ്ഞ അസുഖം പല ജില്ലകളിലും അത് പടർന്നു പിടിക്കുന്നു. അപ്പോൾ അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് മാലിന്യമില്ലാത്ത
മലിനപ്പെടാത്ത കുടിവെള്ളവും ഗാർഹിക ആവശ്യത്തിൻ്റെ കുടിവെള്ളവും അതാണ് ഏറ്റവും പ്രധാനം. അതിന് നമുക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ജലജന്യ രോഗങ്ങളും മഴക്കാല രോഗങ്ങളും മൂലം ധാരാളം പേര് മരണപ്പെടുകയും രോഗികളായും ചെയ്യുന്ന ഒരവസ്ഥ മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം തന്നെ നീപ്പ അസുഖമായി മെഡിക്കൽ കോളേജിൽ പേഷ്യൻ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് പടർന്നു പിടിക്കും. ഈ വെള്ള മലിനീകരണം, കുടിവെള്ള സ്രോതസ്സുകളിലും ജലാശയങ്ങളിലുള്ള മലിനീകരണം പടർന്നു പിടിക്കും. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ പുഴകളും മലിനപ്പെടുകയാണ്. പുഴയുടെ ഇരുവശങ്ങളിൽ താമസിക്കുന്ന പലർക്കും മാലിന്യ വിസർജനം അല്ലെങ്കിൽ മനുഷ്യന്റെ വിസർജ്യ വസ്തുക്കൾ പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനമില്ല. എല്ലാം പുഴയിലേക്കാണ് ഒതുക്കുന്നത്. ആശുപത്രി മാലിന്യങ്ങൾ പോലും പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന വളരെ എന്താ പറയുക നിരാശാജനകമായ, ആലുവ പുഴയിൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയ ഒരു കേസാണ്. ആലുവ പുഴയിലെ ഇരുവശങ്ങളിലും ഇപ്പോഴും പല ഫാക്ടറികളിൽ നിന്ന് കെമിക്കൽ പുഴയിലേക്ക് ഒഴുക്കുന്നു. ആരും പരിശോധിക്കാനില്ല കാര്യമായിട്ട്. അതുപോലെ പല വീടുകളിൽ നിന്നും പാവപ്പെട്ടവരാണ് പലരും, അവർക്ക് സ്വന്തമായി കക്കൂസും മാലിന്യങ്ങൾ സംസ്കരിക്കും, മനുഷ്യ വിസർജ്യങ്ങൾ സംസ്കരിക്കാൻ അല്ലാത്തതുകൊണ്ട് അവരെല്ലാം എന്ത് ചെയ്യുന്നു, പുഴയിലേക്കാണ് അവരുടെ മാലിന്യങ്ങൾ വിസർജ്യ വസ്തുക്കളെ ഒഴുക്കിവിടുന്നത്. ഇത് എല്ലാ ജലസ്രോതസ്സുകളെയും, കാരണം പുഴയിലെ വെള്ളമാണ് ഇരു കരകളിലുമുള്ള ആളുകളുടെ കിണറിലേക്ക് ഈ പെർക്കുലേഷനിൽ കിട്ടുന്നത്, ഇത് മലിനപ്പെടുന്നുണ്ട്. അപ്പം മലിനപ്പെടാത്ത കുടിവെള്ളം കിട്ടുന്ന അല്ലെങ്കിൽ ഗാർഹിക ആവശ്യത്തിന് വെള്ളം എടുക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥിതി അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യണം. അത് പരിഹരിക്കണം, ആ പ്രശ്നം പരിഹരിക്കണം. അമേരിക്കയിൽ ഞാൻ പോയി, ജർമ്മനിയിൽ പോയി, കാനഡയിൽ പോയി, നെതർലൻഡിൽ പോയി, സ്വീഡനിൽ, അവിടെയൊക്കെ നമ്മൾ പോയാൽ അവിടെ കുപ്പിവെള്ളമില്ല. അവിടെ ഉള്ളത് പോർട്ടബിൾ വാട്ടർ, പൈപ്പിലെ വെള്ളം എടുത്ത് നമുക്ക് കുടിക്കാം. അത് അവിടെയൊക്കെ നടക്കുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല? അത് രാഷ്ട്രീയപരമായി ഈ ഗവൺമെൻറ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് 4 ആശുപത്രിയിൽ മാത്രമേ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുള്ളൂ. ഇന്ന് 28-ൽ പരം ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ നടത്തുന്ന ആശുപത്രികളായി മാറിയിരിക്കുന്നു. ഒരു വലിയ വ്യവസായമായി മാറിയിരിക്കുന്നു. ഒരു വീട്ടിൽ ഒരാളിന് ക്യാൻസർ എന്ന രീതിയിൽ കേരളത്തിലെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് ഉള്ളത് ഇന്ത്യയിലാണെന്നാണ്. അതിലേറ്റവും കൂടുതലുള്ളത് കേരളമാണ്. അപ്പോൾ കേരളം എല്ലാത്തിനും മോഡലെന്ന് പറയുമ്പോൾ ക്യാൻസറിനും മോഡലായി മാറുകയാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസറുള്ള പേഷ്യൻ്റായി. എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ്, ഒന്ന്, വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന വെള്ളത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ കെമിക്കലും ക്ലോറിനും നീറ്റുകക്കയും ഒക്കെ വാരിയിട്ട് പരിശോധന പ്രോപ്പറില്ലാതെ കുടിവെള്ളത്തിലൂടെ ഈ ക്ലോറിനേഷൻ ഈ ക്ലോറിൻ ക്യാൻസറിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ഈ കുടിവെള്ളത്തിലൂടെ ഇത് ഇങ്ങനെ സംഭവിക്കുന്നു. 2, തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും വലിയ വലിയ കൃഷിയിടങ്ങളിലും ഒക്കെ തന്നെ എൻഡോസൾഫാനെ പോലുള്ള പല ഈ രാസമാലിന്യങ്ങൾ തളിക്കുന്നു. ആ തളിക്കുന്നത് മുഴുവൻ ജലസ്രോതസ്സുകളിലൂടെ നമ്മളിലേക്ക് വരുന്നു. 3, പെസ്റ്റിസൈഡും കെമിക്കൽസും. മറ്റ് പല രാജ്യങ്ങളിലും, വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും ഈ ഫെർട്ടിലൈസർ അമോണിയം സൾഫേറ്റും യൂറിയയും ഫാക്ടംബോസും ഒന്നും കിട്ടില്ല. നമുക്കവിടെ കിട്ടുന്നത് ബയോമാനുവറും ഓർഗാനിക് കൾച്ചറുമാണ്. അപ്പം നമ്മൾ കൃഷിഭൂമിയെയും ഓർഗാനിക് കൾച്ചറിലേക്ക് കൊണ്ടുവരികയും കെമിക്കലും പെസ്റ്റിസൈഡും നിരോധിച്ചുകൊണ്ട്, ഈവൻ ക്ലോറിൻ പോലും നിരോധിച്ചുകൊണ്ട്, ഈ മാലത്തിയോണും എൻഡോസൾഫാൻ തളിക്കുന്നതുമൊക്കെ നിരോധിച്ചുകൊണ്ട് ഒരു പുതിയ സംസ്കാരം, ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം നമ്മൾ വാർത്തെടുക്കണം. ഇതില്ലാത്തൊരു കേരളം, ഒരു 3 വർഷം നമ്മൾ അതിനോട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ക്യാൻസർ പേഷ്യൻ്റ് 50% താഴേക്ക് കുറയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് പേഷ്യൻസ് വരുന്ന ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ. ഒരു ദിവസം 100 കണക്കിന് ആൾക്കാരാണ് ക്യാൻസർ പേഷ്യൻ്റായിട്ട് കോഴിക്കോട് മെഡിക്കലേക്ക് വരുന്നത്. ഞാൻ നേരിട്ട് പോയി അത് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അവിടുത്തെ ഡോക്ടർമാരുടെ അവരുടെ ആ കർമ്മോത്സുകതയും അവരുടെ ആ തൊഴിലിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റും കൊണ്ട് ഈ വരുന്ന രോഗികളൊക്കെ അവർ ഭക്ഷണം പോലും ഉച്ചയ്ക്ക് കഴിക്കാതെ ഇരുന്ന് നോക്കുന്ന ഒരവസ്ഥ നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഇടയ്ക്കൊക്കെ ചില അപാകതകളും ചില കുറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് പറ്റാത്ത രീതിയിലുള്ള ഈ പ്രവർത്തനത്തിൽ അവരുടെ ഈ ആരോഗ്യരംഗത്ത് രോഗികളെ നോക്കാൻ ഇൻപേഷ്യൻറ്റും ഔട്ട് പേഷ്യൻറ്റിനും നോക്കുന്നതിലുള്ള വല്ലാത്തൊരു സമ്മർദ്ദം അവർക്കുണ്ട്. നമുക്ക് പേഷ്യൻ്റ് ഡോക്ടർ റേഷ്യോ മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു ഡോക്ടർ ഒരു ദിവസം പേഷ്യൻറ്റിനെ നോക്കുന്നത് 25-30 പേരെ. ഇവിടെ 100, 150, 200 ഒക്കെയാണ് നോക്കുക. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് അവർക്കൊരു വലിയ പ്രഷറാണ്. എങ്കിലും സുദീർഘമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും ഡോക്ടർമാർ ചെയ്യുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം അവരെ നമ്മൾ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതാണ്. എല്ലാ പരിമിതികളും, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല,
ഈ പേഷ്യൻ്റ് ഡോക്ടർ റേഷ്യോ വെച്ച് നോക്കിയാൽ എത്രയോ ശതമാനം പേഷ്യൻ്റ് കൂടുതലാണ്. എങ്കിൽ പോലും അവരെയൊക്കെ അവർ നോക്കേണ്ട സാഹചര്യം വരുന്നു. അതുകൊണ്ട് ആരോഗ്യരംഗത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുടിവെള്ളം, രണ്ട് നമ്മുടെ ഭക്ഷ്യ സാധനങ്ങൾ, അതായത് പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പാല്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതിൽ എല്ലാം മലിനപ്പെട്ടതാണ്. ഇതെല്ലാത്തിലും കെമിക്കലും ഇതൊക്കെ ചേർന്നതാണ്. ഇത് നിയന്ത്രിക്കുവാൻ വേണ്ടി കർശനമായ ലാബുകൾ, ഇതെവിടെ നിന്ന് വരുന്നോ അവിടെയൊക്കെ ഈ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തി ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കാവൂ. അതിന് നമുക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗമുണ്ട്, ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുണ്ട്, അതിന് ഇൻസ്പെക്ടേഴ്സിനൊക്കെ ഉണ്ട്. ഇവരുടെ ജോലി യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ അതിഗൗരവമായി ഇതിൽ നടപടിയെടുത്ത് ഇത് പരിശോധിച്ചാൽ മാത്രമേ നമുക്കിത് തടയാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ ഒരു പ്രധാനമായ കാര്യം, നമ്മൾ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ലോകോത്തരമാണ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വെണ്ടയ്ക്കയാണെങ്കിലും പയറാണെങ്കിലും അച്ചുങ്ങ ഏതാണെങ്കിലും എടുത്താലും നല്ല കൃഷി ചെയ്യുന്ന കൃഷിക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളം ഒരു കാർഷിക രാജ്യം കൂടെയാണ്. ഈ കൃഷി ചെയ്യുന്ന ഈ പച്ചക്കറികൾ പലതും നമുക്കിവിടെ വാങ്ങി കേരളത്തിലെ ആഭ്യന്തര വിപണിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല നമ്മുടെ സംവിധാനം നടക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും സർക്കാരിൻ്റെ ഹോർട്ടിക്കൾച്ചർ എടുത്താലും സിവിൽ സപ്ലൈസ് എടുത്താലും ത്രിവേണി എടുത്താലും ഏത് സംവിധാനം എടുത്താലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും പാലും വാങ്ങാനാണ് താല്പര്യം. കാരണം അതിലാണ് കമ്മീഷനുള്ളത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് വാങ്ങി ഉപയോഗിക്കാൻ നോക്കിയാൽ കമ്മീഷൻ കിട്ടില്ല. അപ്പോൾ ഈ കമ്മീഷൻ എന്ന് പറയുന്നത് കറപ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സർക്കാർ അടിയന്തരമായി കമ്മീഷൻ വാങ്ങി ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ നിയന്ത്രിക്കുകയല്ല നിരോധിക്കുകയാണ് വേണ്ടത്. മറിച്ച് ആഭ്യന്തര വിപണിയിൽ ഉണ്ടാകുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും പാല്, ധാരാളം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതിനൊന്നും നമുക്ക് ന്യായമായ വില കിട്ടുന്നില്ല. മിൽമ പോലും മിൽക്ക് പൗഡർ അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് ഫാറ്റ് അടിച്ച് ചേർത്ത് കലക്കി കൊടുക്കുന്നു എന്നുള്ളത് സ്പഷ്ടമായ നഗ്നമായ സത്യമാണ്. ഈ ഫാറ്റ് അഡിഷൻ എന്ന് പറയുന്നത് ഫാറ്റ് നമുക്ക് ക്യാൻസറിന് ഒരു കാരണമാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ മലിനപ്പെടാത്ത ഒരു സാഹചര്യം. മറ്റൊരു പ്രധാന കാര്യം, നാലാമത്തെ ഒരു കാര്യം, മാലിന്യ സംസ്കരണം. നഗരങ്ങളിൽ, ഈ കോഴിക്കോട് നഗരം എടുത്താലും കൊച്ചി നഗരം എടുത്താലും തിരുവനന്തപുരം എടുത്താലും 100 കണക്കിന് ഫ്ലാറ്റുകളിൽ ആളുകൾ താമസിക്കണം. സ്വന്തമായി വീടുണ്ടാക്കാൻ പറ്റാതെ ഉദ്യോഗത്തിൽ റിട്ടയർ ചെയ്യുമ്പോഴും ഉദ്യോഗത്തിലിരിക്കുമ്പോഴും ഒക്കെ അവർ ഫ്ലാറ്റ് വാടകയ്ക്ക് കിട്ടും. അതോടൊപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ അവർ വാങ്ങി താമസിക്കുന്നു. ഇവർക്കെല്ലാവർക്കും സ്വന്തമായി ശാസ്ത്രീയമായി സംസ്കരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊന്നും കാര്യമായിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ അത് ശാസ്ത്രീയമായിട്ട് പലതും നടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള നഗരങ്ങളിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം നടത്തണം. ഞാനതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ സൂചിപ്പിക്കാം. ഞാൻ അടുത്ത കാലത്ത് ജർമ്മനി ബോണിൽ പോയപ്പോൾ, ബോൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു അന്താരാഷ്ട്ര സെമിനാറിന് പോയപ്പോൾ ഞാൻ ബോൺ നഗരത്തിൽ വൈദ്യുതി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചപ്പോൾ മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫാക്ടറി നേരിട്ട് പോയി കണ്ടു. ബോൺ നഗരത്തിൽ മൊത്തം വൈദ്യുതി കൊടുക്കുന്നവരാണ്. ഈ മാലിന്യത്തിന് കൃത്യമായി ശാസ്ത്രീയമായി കളക്ട് ചെയ്ത് അത് കൊണ്ടുവന്ന് അത് കത്തിച്ച് ഗ്യാസസ് ഇത് ടർബൈൻ തിരിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ലോകത്ത് പലയിടത്തും ഇത് നടക്കുമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? അത് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിലെ മാലിന്യ സംസ്കരണം പരാജയപ്പെടുന്നതിന് പ്രധാന കാരണം മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ തന്നെ മാലിന്യം കൊണ്ടുപോകുന്നതിനും എടുക്കുന്നതിനും കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ കോൺട്രാക്ട് ബേസിൽ ലോറികളും മറ്റ് വാഹനങ്ങളും വാടകയ്ക്കെടുത്ത് കണ്ടമാനം രൂപ ഒരു ദിവസം. ഈ വാടകയ്ക്കെടുത്തിരിക്കുന്ന ബിനാമികളിൽ പലരും കോർപ്പറേഷൻ കൗൺസിലിൽ ഇരിക്കുന്ന ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ആ കാര്യത്തിൽ യോജിപ്പാണ്. അവരുടെ ബിനാമികൾ കൊച്ചിയിൽ 800-ൽ പരം വാഹനങ്ങൾ മാലിന്യം കൊണ്ടുപോകാനുണ്ടെന്നാണ് വിവരാവകാശ നിയമം ചോദിച്ചപ്പോൾ നോക്കുമ്പോൾ 400 വണ്ടി പോലും ഇല്ല. പക്ഷെ കണക്കിൽ 800-ൽ പരം വാഹനങ്ങൾ ഓടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ദിവസവും അവർ മാലിന്യം കൊണ്ടുവരേണ്ട പേരും പറഞ്ഞ് പണം എഴുതിയെടുത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവർക്ക് മാലിന്യ സംസ്കരണം ശാസ്ത്രീയ തലത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കാൻ ഉള്ളിൽ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇതിങ്ങനെ തുടരണം. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ രീതിയിൽ, അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിലും മറ്റ് ലോക്കൽ ബോഡിയിലും വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ മാലിന്യത്തിൽ നിന്ന് നമുക്ക് ഓർഗാനിക് മാനുവർ ഉണ്ടാക്കാം. കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണ്. അതിന് ആ രീതിയിലുമാകാം. അപ്പം കേന്ദ്രീകൃതവും വികേന്ദ്രീകൃതവും ഒരുപോലെ പ്രോത്സാഹനം നൽകി മാലിന്യ സംസ്കരണത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ കൃഷിക്കാരെന്തുകൊണ്ട് നമ്മുടെ ഈ മേഖലയിൽ വരുന്നില്ല എന്നുള്ളത്, അവർക്ക് ന്യായമായ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന് ഗവൺമെൻറ് മാക്സിമം അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ, പഴവും പച്ചക്കറിയും നമ്മുടെ ആഭ്യന്തര വിപണിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നയപരമായ തീരുമാനമെടുക്കുമ്പോൾ അവർക്ക് ന്യായമായ രീതിയിലുള്ള ഒരു വില അതിന് കിട്ടും. അതിനെനിക്കൊരു നിർദ്ദേശം, പഞ്ചായത്ത് തോറും ഈ ഗ്രാമപ്രദേശങ്ങളിലാണല്ലോ പച്ചക്കറിയും ഇതൊക്കെ പഴവർഗ്ഗങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. അവരുടെ പഞ്ചായത്തുകളിൽ തന്നെ ഇതിനെ കളക്ട് ചെയ്യാനുള്ള
ചെറിയ ചെറിയ സൊസൈറ്റികൾ, അവിടെ വന്ന ആളുകൾ പച്ചക്കറിയും പഴവും ഒക്കെ മേടിക്കും. അവിടെ മിച്ചം വരുന്നത് അടുത്ത പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നമുക്ക് പുതിയ മോഡേൺ ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം നടത്തുന്ന രീതിയിൽ നമുക്ക് നടത്താം. പല രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ട്. ഇവിടെ തന്നെ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് അവർ സ്ത്രീകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കച്ചവടം ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഴവും പച്ചക്കറിയും മാലിന്യമില്ലാത്തത് ഓർഗാനിക് കൾച്ചറിൽ അവരെ കൊണ്ടുവരണം. ഫേസ് ആയിട്ട് പെട്ടെന്ന് നാളെ വന്നിട്ട് നിങ്ങളെല്ലാം ഓർഗാനിക്കിലേക്ക് മാറുന്നത് നടക്കില്ല. ഫേസ് ഔട്ട് ഓരോ ഘട്ടഘട്ടമായി അവരെ ഈ കെമിക്കലും ഫെർട്ടിലൈസറും ഒഴിവാക്കി, കീടനാശിനികളും ഒക്കെ ഒഴിവാക്കി ഓർഗാനിക് കൾച്ചറിലേക്കും ബയോമാനുവറിലേക്കും അവരെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു സംസ്കാരം, കൃഷിക്കൊരു പുതിയ കാർഷിക സംസ്കാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ഗവൺമെൻറ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് യുദ്ധകാലത്ത് അടിസ്ഥാനം. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, കോടതികളിൽ ഇപ്പോൾ ഈ അഭിഭാഷകരെടുക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പ്രതീക്ഷിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അഭിഭാഷകനും കൂടെ കേരള ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ പുതിയ സർക്കാരിൽ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ടാണ് സർക്കാർ അഭിഭാഷകർ പ്രത്യേകിച്ച് ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും പ്രോസിക്യൂട്ടർമാരെയൊക്കെ എടുക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. മെരിറ്റ് അടിസ്ഥാനത്തിൽ എടുക്കുന്നവന്ന് 78 നിയമമുണ്ട്. കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികളുണ്ട് ഈ കാര്യത്തിൽ. മെരിറ്റും ക്രെഡിബിലിറ്റിയും കോമ്പിറ്റൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉള്ള അഭിഭാഷകരായിരിക്കണം സർക്കാർ അഭിഭാഷകരെടുക്കണം. പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും വീതം വെച്ച് നൽകുന്ന രീതിയിൽ അഭിഭാഷകം എടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷ അത് വളരെ പോസിറ്റീവായിട്ട് അവരത് സമീപിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സെൻറ്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡി ആൻഡ് റിസർച്ചിൻ്റെ ഗവേണിംഗ് ബോഡി ഇവിടെ കോഴിക്കോട് കൂടി അന്ന് 10-14 കാര്യങ്ങൾ തീരുമാനിച്ചു. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിവേദനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞു. നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നിയമപരമായി തന്നെ ഇതിനെ ചോദ്യം ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരം ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. കോടതി ഇടപെടലുകളിലൂടെ ചെയ്യുകയല്ല വേണ്ടത്. ജനഹിതമനുസരിച്ച് ഒരു പുതിയ നവകേരളത്തിനായിട്ട് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കണം. ആ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മാറണം, ശൈലി മാറണം. ആ രീതിയിൽ ഉണ്ടാകണമെന്ന് പ്രത്യാശിക്കുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ. പല കാര്യങ്ങളും സർക്കാരിന് മുമ്പിലുണ്ട്. ഇത് കൂടാതെ പലതും പറയാനുണ്ട്. എത്രയോ കാര്യങ്ങൾ. പ്രവാസികൾ ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രവാസികളുടെ രൂപയാണ് കേരളത്തിൻ്റെ ധനമാർഗത്തിൽ ഒരു പ്രധാന പ്രവാസികളാണ്. പക്ഷേ ആ പ്രവാസികൾ ഇന്ന് പലർക്കും ജോലിയില്ലാതെ അന്യനാടുകളിൽ നിന്ന് മടങ്ങി വരുന്നുണ്ട്. അവരെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ. അതുപോലെ പ്രവാസികളായിട്ട് അന്യരാജ്യങ്ങളിൽ കഴിയുന്നവരുടെ വീടുകൾ പലതും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് വന്നു 15 ലക്ഷത്തിൽ പരം വീടുകൾ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണെന്ന് കേരളത്തിൽ താമസിക്കാനില്ലാതെ. അത്തരം വീടുകളെല്ലാം ഗവൺമെൻറ് എടുത്തിട്ട് അത് നമുക്ക് പേയിങ് ഗസ്റ്റ് ആയിട്ട് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പേയിങ് ഗസ്റ്റായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താം. സർക്കാരിൻ്റെ പല കാര്യങ്ങൾക്കും അതിനെ എടുത്ത് അതൊക്കെ നയപരമായ തീരുമാനം എടുക്കേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഒരു പ്രധാന കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ 44 നദികളുണ്ടെന്ന് നമ്മളെല്ലാം അഭിമാനത്തോട് പറയുന്നു. പക്ഷെ 44 4 നദികളിൽ പോലും നീരൊഴുക്ക് ശരിയായ രീതിയില്ല. മഴക്കാലം വരുമ്പം മഴവെള്ളം കുത്തിയൊലിച്ച് പോകും. കുറേ കഴിയുമ്പം മണൽത്തിട്ട കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന അവസ്ഥ വരെ ലോറി ഇറക്കി കഴുകുന്നത് വരെ നമ്മൾ കാണുകയാണ്. എനിക്ക് പറയാനുള്ളത്, ജലശക്തി മന്ത്രി സഭ ഒരു ജലശക്തി മിനിസ്ട്രി കേന്ദ്രത്തിലുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ്യ ഈ ജലാശയങ്ങളും പുഴകളും നവീകരിക്കാനും സംരക്ഷിക്കാനും വകുപ്പുണ്ട്. കേരള ഗവൺമെൻറ് രാഷ്ട്രീയം മറന്ന് വികസനത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ ആലുവപ്പുഴ, ആദിശങ്കരൻ്റെ ജന്മനാടാണ് ആലുവപ്പുഴ, ഏറ്റവും മലിനപ്പെട്ട നദി, 5 ലക്ഷം പേർക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഭാരതപ്പുഴ, പമ്പ, ഇങ്ങനെയുള്ള നദികൾ മുഴുവൻ മലിനപ്പെട്ടിട്ട് കയ്യേറിയിരിക്കുന്നു. അവിടെ 50% പോലും വെള്ളം നിൽക്കുന്നില്ല. അത് മുഴുവൻ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നപ്പോൾ മണ്ണും ചളിയും മരങ്ങളും ഒക്കെ ഇറങ്ങി ആഴം കുറഞ്ഞിരിക്കണം. അപ്പം വെള്ളം അതിൻ്റെ കപ്പാസിറ്റി, ആ റിവറിൻ്റെ ലെവൽ ഓഫ് കപ്പാസിറ്റി വെള്ളം നിൽക്കുന്നില്ല. ബാക്കി മുഴുവനും ചളിയും മണ്ണും. ഒരു 10-50% മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും വെള്ളം. അപ്പം ഇത് ഈ ചളിയും മണ്ണും ഒക്കെ മാറ്റി കരകളിലെ എൻക്രോച്ച്മെൻ്റ് എല്ലാം ഒഴിവാക്കി അത് മാലിന്യം ഒഴുക്കി വിടാത്ത രീതിയിലുള്ള പുഴകളെ സംരക്ഷിച്ചുകൊണ്ട് വന്നാൽ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംസ്കാരം, പുഴകളുടെ സംസ്കാരം അറിയാമല്ലോ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഭാരതപ്പുഴ കേരളത്തിൻ്റെ ഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. അത് സംരക്ഷിക്കുമ്പോൾ അതിൻ്റെ കരകളിലുള്ള ലോക്കൽ ബോഡീസിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ വെള്ളം കുടിവെള്ളമായി നമുക്ക് ഉപയോഗിക്കാം, കൃഷിക്ക് ഉപയോഗിക്കാം, മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ പുഴകളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ദീർഘകാലാടിസ്ഥാനത്തിലാണ് വേണ്ടത്. പക്ഷേ ഹ്രസ്വകാല അടിസ്ഥാനത്തിലും അതിലെ മാലിന്യങ്ങൾ ഇല്ലാത്ത രീതിയിൽ, ഒഴുകാത്ത രീതിയിൽ. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ചേർത്ത് പറയാം. നമ്മുടെ കുടിവെള്ളം സംസ്കരിച്ച് തരുന്ന വാട്ടർ അതോറിറ്റി കേരളത്തിലെ ഏതെങ്കിലും കുടിവെള്ള സംസ്കരണ പ്ലാന്റുകളുടെ അടുത്തൊരു R&D ഇല്ല, ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇല്ല. എന്തിനാ? ആ
ശുദ്ധീകരിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ അതിലെത്ര ക്ലോറിനേഷൻ ഉണ്ട്, എത്ര അതിനകത്ത് BOD ഉണ്ട്, COD ഉണ്ട്, സസ്പെൻഡഡ് പാർട്ടിക്കിൾ എത്രയുണ്ട്, ലവണം എത്രയുണ്ട്, മിനറൽ എത്രയുണ്ട്, ഇത് പരിശോധിച്ച് വിലയിരുത്താൻ ഒരു സംവിധാനമില്ല. മറ്റ് പല രാജ്യങ്ങളിലും എവരി ഹാപ്പൻ, ഞാനത് അമേരിക്കയിൽ കണ്ടതാ, മിച്ചിഗൻ റിവറിൻ്റെ കരയിലെ വെള്ളം ശുദ്ധീകരിക്കുന്ന ശാലയോടൊപ്പം തന്നെ അതിനേക്കാളും വലിയൊരു ഒരു ബിൽഡിംഗ് കാണാം. അത് R&D ആണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. എവരി ഹാഫ് ആൻ അവർ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നത് ലാബിൽ അവരിലേക്ക് വന്ന് പരിശോധന നടത്തി അതിൻ്റെ ഗുണനിലവാരം ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അപ്പത്തെ ഒരു മെസ്സേജ് കൊടുക്കും. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും, അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഈ വെള്ളം സ്രോതസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വാട്ടർ സപ്ലൈ ഇതുപോലെ ലാബുകളിൽ പരിശോധന നടത്തി അതിനൊരു സെൻട്രൽ ഡയറക്ടറേറ്റും ഉണ്ട്. അവർ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇത് നടക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ പുഴയിലെ ഈ വെള്ളം എടുത്ത് ശുദ്ധീകരിക്കുന്നിടത്ത് ശുദ്ധീകരണശാലയോടൊപ്പം തന്നെ ഒരു ഗവേഷണ ഇത് വേണം. ഇതിൻ്റെ ഗുണനിലവാരം വിലയിരുത്താൻ. ഈ വെള്ളത്തിൻ്റെ മാലിന്യം മൂലം നമുക്ക് എത്രയോ പേര് ക്യാൻസർ പേഷ്യൻ്റ് ആകുകയാണ് ഈ ക്ലോറിനേഷൻ കൊണ്ടും ഇതിനകത്തുള്ള മറ്റ് ഈക്കോളി പലതുമൊക്കെ. കാരണം കുറേ നീറ്റുകക്കയും കുമ്മായവും കുറച്ച് ബ്ലീച്ചിങ് പൗഡറും കുറച്ച് നീലത്തുരിശും വാരിയിട്ടാൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ആവില്ല. ഇത് അടുത്ത കാലത്ത് ആലുവയിൽ തന്നെ പിടിച്ചു. ഇത്തരത്തിൽ രാത്രി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർ മദ്യപാനവും ചീട്ടുകളിയായിരിക്കുന്നു. വെള്ള സംസ്കരണത്തിന് നീറ്റുകക്കയും ക്ലോറിനും എല്ലാം കൂടി വാരിയിട്ടിട്ട് അവരതൊന്നും നോക്കുന്നില്ല. അവർ ചീട്ടുകളിയും മദ്യപാനവും ഒക്കെയാണ് വിജിലൻസ് പിടിച്ചതൊക്കെ പത്രത്തിൽ വാർത്തയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ട് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ശുദ്ധീകരണശാലയോടൊപ്പം തന്നെ അടിയന്തരമായി അത് ഗുണനിലവാരം പരിശോധിച്ച് അതിൻ്റെ ക്ലോറിൻ ആൽക്കലിനിറ്റി കൂടുതലാണോ, അസിഡിറ്റി കൂടുതലാണോ, ക്ലോറിനേഷൻ എത്രയുണ്ട്, അതിൻ്റെ BOD എത്രയുണ്ട്, COD എത്രയുണ്ട്, അതിൽ ബാക്ടീരിയയുടെ അംശമുണ്ടോ, ഇതിൻ്റെ വൈറസ് ഇതുണ്ടോ, വൈറൽ ഇത് എല്ലാം പരിശോധിച്ച് വിലയിരുത്തിയിട്ട് വേണം ജനങ്ങൾക്ക് അത് കൊടുക്കാം. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ജലജന്യ രോഗങ്ങളെന്ന് പറഞ്ഞ് വർഷം തോറും കോടിക്കണക്കിന് ഉറുപ്പ്യ നമുക്ക് ചിലവാക്കുന്നത് നല്ലൊരു ശതമാനം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ജനങ്ങളുടെ ആരോഗ്യം. അപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിനും സോഷ്യൽ മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ആരോഗ്യപരമായ ഒരു കേരളം, ഭക്ഷ്യസുരക്ഷ, ജലസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതിന് ഒരു കാര്യം, ബയോസേഫ്റ്റി ആക്ട് ഇന്ന് വരെ നമ്മുടെ കേരളത്തിൽ പാസ്സാക്കിയിട്ടില്ല. ബയോസേഫ്റ്റി ആക്ട് തേർഡ് വേൾഡ് കൺട്രി എന്ന് പറഞ്ഞാൽ കെനിയയിൽ പോയാലും ബയോസേഫ്റ്റി ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇത്തരം അണുക്കൾ ഇപ്പോൾ നീപ്പ എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്നു, രാജ്യത്തു നിന്ന് വന്നതാണ്. ബയോസേഫ്റ്റി ആക്ട് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മളെല്ലാവരും TV-യിൽ പത്രത്തിൽ വായിച്ച നവ്യ നായർ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ മുല്ലപ്പൂ ചൂടിയിരുന്നപ്പോൾ മുല്ലപ്പൂ എടുത്ത് മാറ്റാൻ പറഞ്ഞു, കടത്തിവിട്ടില്ല. കാരണം എന്താ, മുല്ലപ്പൂ വൈറസും ബാക്ടീരിയയും വഹിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് അവർ കടത്തി. അവിടെ ബയോസേഫ്റ്റി ആക്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അന്യ സംസ്ഥാനത്തിൽ വരുന്ന ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും കാർഗോയിൽ വരുന്നതാണെങ്കിലും പരിശോധിക്കാനും അവിടെ മറ്റ് മാലിന്യങ്ങളും വൈറസും ബാക്ടീരിയയും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ബയോസേഫ്റ്റി ആക്ട് അടിയന്തരമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പാസ്സാക്കേണ്ടത്. അത് CWRD എന്ന് പറയുന്ന കുന്നമംഗലത്തുള്ള സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് റിസർച്ച്, ഞാൻ അവിടുത്തെ ഒരു ഫാക്കൽറ്റി അംഗം കൂടെയാണ്. അവർ അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ആ ബയോസേഫ്റ്റി ആക്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് അവർ പൈലറ്റ് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർ അതിൽ വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ അതിനുള്ള ഒരു മീറ്റിംഗ് ഒക്കെ നടക്കും. ഞങ്ങളും കൂടെ സഹകരിച്ചുകൊണ്ടാണ്, സെൻറ്റർ ഫോർ കോൺസ്റ്റന്റ് സ്റ്റഡി ആൻഡ് റിസർച്ചും കൂടെ സഹകരിച്ചുകൊണ്ടാണ് അത്തരം കാര്യം. അങ്ങനെ പ്രയോറിറ്റി ബേസിൽ നമ്മുടെ സർക്കാർ ഇടപെടണം, പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നവകേരളം എന്ന് പറയുന്ന ഒരു കേരളത്തിന് സാർത്ഥകമായ രീതിയിൽ, അത് അർത്ഥപൂർണമായ രീതിയിൽ നടപ്പാക്കിയെന്ന് അവകാശത്തോടെ. അങ്ങനെയാണെങ്കിൽ UDF ഗവൺമെൻറ് അടുത്തും വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ളത്, LDF രണ്ടാമത് വന്നതുപോലെ വരാൻ പറ്റുമെന്നുള്ള പ്രത്യാശ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് തൽക്കാലം ഒരു പ്രയോറിറ്റി ബേസിൽ പറയാനുള്ളത്. നവകേരള സൃഷ്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളതിനെ കുറിച്ചാണ് ഭരണഘടനാ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടറും സീനിയർ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ നമ്മോട് പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ വളരെ വിലപ്പെട്ട സമയം ആണ് നമുക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അദ്ദേഹം ഉന്നയിച്ചുള്ള ഈ വിലയേറിയ നിർദ്ദേശങ്ങൾ സർക്കാരും ബന്ധപ്പെട്ടവരും ആത്മാർത്ഥമായി പരിശോധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നന്മയെക്കറ്റി നടപ്പാക്കണമെന്ന പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി നമസ്കാരം.